വേൾഡ് കപ്പിന് ശക്തമായി ഒരുങ്ങുകയാണ് അർജന്റീന. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഇത്തവണ തങ്ങളുടെ കിരീടം നിലനിർത്തുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള 2 ഫ്രണ്ട്ലി മത്സരങ്ങളിലും ഉജ്ജ്വല വിജയം നേടാൻ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു. ഹോണ്ടുറസിനെ 2-0 ഇന്ന് നടന്ന ഐസ്ലാൻഡിനെതിരെയുള്ള പോരാട്ടത്തിൽ 3-0 അർജന്റീന വിജയിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഹോണ്ടുറസിനെതിരെയുള്ള മത്സരശേഷം സ്കലോണി പറഞ്ഞ വാക്കുകൾ വളച്ചൊടിച്ചിരുന്നു പല യൂറോപ്യൻ മാധ്യമങ്ങളും. ഇപ്പോൾ ഇതാ സ്കലോണി തന്നെ അതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. സ്കലോണിയുടെ വാക്കുകൾ ഇങ്ങനെ: കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, മെസ്സിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ അവനുമായി ചർച്ച ചെയ്യാറുണ്ടെന്ന്. എന്നാൽ ഒരു വിദേശ മാധ്യമം എൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുകയും അവനോട് ചോദിക്കാതെ ഞാൻ എല്ലാ തീരുമാനവും എടുക്കാറില്ലെന്നും എല്ലാം മെസ്സിയുടെ തീരുമാനമാണ് അർജന്റീനയിലെന്നും അവർ റിപ്പോർട്ട് ചെയ്തു. അവർ എന്നിട്ടത് പോർച്ചുഗൽ പരിശീലകനോട് ഇതേക്കുറിച്ച് ചോദിച്ചു. യഥാർത്ഥ സാഹചര്യം അറിയാത്തതുകൊണ്ട് താങ്കൾ വ്യത്യസ്തമായാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം മറുപടിയും നൽകി. എന്നാൽ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെയായിരിക്കും അദ്ദേഹവും ചെയ്യുക. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം സാഹചര്യത്തിനനുസരിച്ച് റൊണാൾഡോയോടായിരിക്കും. അവർ അങ്ങനെ വളച്ചൊടിച്ചതിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ലിയോയെ അങ്ങനെ ആക്കരുത്. ലിയോയെക്കുറിച്ച് നിങ്ങൾ മോശമായി സംസാരിക്കരുത്. അതുകൊണ്ട് ഇവിടെ പ്രതികരിക്കൽ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് ആ വാർത്ത ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഒരു അർജന്റീൻ മാധ്യമമല്ലായിരുന്നു റിപ്പോർട്ട് ചെയ്തത്, ഒരു യൂറോപ്യൻ മാധ്യമമാണ്. അത് അവരുടെ തെറ്റിദ്ധാരണയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ ആ ആർട്ടിക്കിൾ പിൻവലിക്കുകയാണെങ്കിൽ അത് എന്നോടും പ്രത്യേകിച്ച് ലിയോ മെസ്സിയോടും ചെയ്യുന്ന വലിയൊരു സഹായകമായിരിക്കും. ഞാൻ ഇവിടെയുള്ള ഇത്രയും വർഷങ്ങൾക്കിടയിൽ ടീമിനെ കുറിച്ച് മെസ്സി എന്നോട് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അവനുമായി ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ ആര് കളിക്കണം എന്നതിനെക്കുറിച്ചോ ടീമിൻ്റെ പൊസിഷനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ആരെ ഒഴിവാക്കണം എന്നതിനെക്കുറിച്ചോ എന്നും ലിയണൽ മെസ്സി എന്നോടോ ഞാൻ മെസ്സിയോടോ സംശയങ്ങൾ ചോദിച്ചിട്ടില്ല. ഇതെനിക്ക് നിങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കേണ്ട ഒരാവശ്യവുമില്ല. പക്ഷേ എങ്കിലും ഇത് എന്നെ ഏറെ വിഷമിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് പറയുന്നത്. ഇങ്ങനെയായിരുന്നു സ്കലോണിയുടെ വാക്കുകൾ. ആ യൂറോപ്യൻ മാധ്യമത്തിനുള്ള തക്ക മറുപടി ഉടൻ സമയത്ത് തന്നെ സ്കലോണി നൽകുകയും ചെയ്തിരുന്നു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.